നമസ്കാരം പ്രിയപ്പെട്ടവരെ, പതിവ് പോലെ വോട്ട് വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. തൃശ്ശൂർ മണ്ഡലം, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ എങ്ങോട്ടാണ് ചിന്തിക്കുന്നത്, അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഉത്തരമാണ് ഞങ്ങൾ തേടുന്നത്. അപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യം നമ്മൾ പോകുന്നത് ഗുരുവായൂരിലേക്കാണ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഗുരുവായൂരിൽ നിന്ന് ആരംഭിക്കാം. ഗുരുവായൂരിൽ ഇപ്പോൾ NK അക്ബർ CPM വേണ്ടിയും അതുപോലെ തന്നെ CH റഷീദ് IUML വേണ്ടിയും BJP വേണ്ടി B ഗോപാലകൃഷ്ണനുമാണ് മത്സരിക്കുന്നത്. എന്താണ് അവിടുത്തെ സാധ്യതകൾ? നല്ലൊരു മത്സരം നടക്കുന്ന സ്ഥലം തന്നെയാണ് ഗുരുവായൂർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഗുരുവായൂർ പണ്ടൊരു മുസ്ലിം ലീഗിന് അനുകൂലമായിട്ടൊരു മണ്ഡലമായിരുന്നു. പക്ഷേ അത് കാലക്രമേണ എനിക്കൊന്ന് PT കുഞ്ഞഹമ്മദിന്റെ സമയത്ത് PT കുഞ്ഞഹമ്മദ് അവിടെ അട്ടിമറിയിലൂടെ വിജയം സ്വന്തമാക്കി. അതിന് പല ചരിത്രമുണ്ട്. INL മാറിയതും പിന്നെ അങ്ങനെ കുറെ ചരിത്രങ്ങളും ഘടകങ്ങളും ഒക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്കാണേണ്ടത് അബ്ദുൾ റഷീദിന്റെ സമയത്ത് അബ്ദുൾ റഷീദ് എന്ന് പറയുന്നത് നല്ല പെർഫോമിംഗ് ആയിട്ടൊരു MLA ആയിരുന്നു. അദ്ദേഹം 3 തവണ കണ്ടിന്യൂസ്ലി അവിടെ വിജയിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം തന്നെയായിരുന്നു ഗുരുവായൂരിനെ LDFന് അനുകൂലമായി നിർത്തിയിരുന്നത്. കഴിഞ്ഞ തവണ NK അക്ബർ ആയിരുന്നു LDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചു. കഴിഞ്ഞ തവണത്തെ LDF വേവും മുസ്ലിം കൺസൾട്ടേഷൻ പൂർണ്ണമായിട്ടും LDFന് അനുകൂലമായി നിന്നൊരു സാഹചര്യത്തിൽ പിന്നെ എപ്പോഴും മുസ്ലിം ലീഗ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, മലപ്പുറത്തുനിന്ന് ഒരാളെ ആയിരിക്കും കുറേ നാളായിട്ട് ഗുരുവായൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത്. ഇങ്ങനത്തെ ഒരു വ്യത്യസ്ത സാഹചര്യത്തിലാണ് NK അക്ബർ വളരെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. പക്ഷേ ഇത്തവണ ഗുരുവായൂരിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യം, പ്രദേശ തെരഞ്ഞെടുപ്പിലായാലും ശരി ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ശരി ഗുരുവായൂരിന്റെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു UDF അനുകൂലമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷേ ഇത്തവണ മുസ്ലിം ലീഗ് ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരാളെ, അതും തൃശ്ശൂരിൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നേതാവിനെ തന്നെയാണ് ഇത്തവണ അവരെ മത്സരിപ്പിക്കുന്നത്. അപ്പം CH റഷീദ് എന്ന് പറഞ്ഞാൽ അവിടെ മണ്ഡലത്തിൽ വളരെയധികം സ്വാധീനമുള്ള നേതാവാണ്. കഴിഞ്ഞ 5 വർഷം തന്നെ അദ്ദേഹത്തിന് ഈ സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ അദ്ദേഹം ഈ മണ്ഡലം നോക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇത്തവണ ഗുരുവായൂരുമായിട്ട് ഒരു എക്സ്ചേഞ്ച് കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും CH റഷീദ് എന്നൊരു കാൻഡിഡേറ്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഗുരുവായൂർ സീറ്റ് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നവർ 100% പറഞ്ഞു. CH റഷീദ് ഈ മണ്ഡലത്തിൽ 5 വർഷം പോപ്പുലർ ആയിട്ടുണ്ട്. ഒരു MLA അല്ലാനിട്ട് പോലും മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ പുള്ളിയായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്നൊരു സാഹചര്യത്തിൽ പുള്ളിയുടെ അത്യാവശ്യം പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ NK അക്ബറിന്റെ കാര്യം വരികയാണെങ്കിൽ അബ്ദുൾ റഷീദുമായിട്ടാണ് കമ്പാരിസൺ. നല്ല പെർഫോമിംഗ് ആയിട്ടൊരു MLA ഉണ്ടായിരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചയായിട്ട് വരുന്ന MLA അവിടെ അതിന് പെർഫോം ചെയ്യാൻ കമ്പാരിസൺ വരുന്ന സാഹചര്യത്തിൽ അവിടെ നമുക്ക് പറയാം NK അക്ബറിന്റെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പെർഫോമൻസ് കുറച്ച് മോശമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. BJP കാൻഡിഡേറ്റിനെ നമുക്ക് അറിയാമല്ലോ, ഹിന്ദു MLA വേണം. അതെ, ഹിന്ദു MLA വേണം, ഇങ്ങനെയൊക്കെ പറയുന്ന ചെങ്ങാതിമാരാണ്. അപ്പം മീൻസ് ഈ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയും പിന്നെ CH റഷീദിന് അവിടെയുള്ള ഒരു അനുകൂല സാഹചര്യം പിന്നെ NK അക്ബറിന് കഴിഞ്ഞ തവണ അബ്ദുൾ റഷീദിന്റെ പിൻബലവും പിന്നെ മുസ്ലിം കൺസൾട്ടേഷൻ ഫുള്ളായിട്ട് LDFന് അനുകൂലമായിട്ട് വന്നൊരു സാഹചര്യമൊക്കെ മാറി. ഇത്തവണ ഏറെക്കുറെ മുസ്ലിം കൺസൾട്ടേഷൻ പ്രത്യേകിച്ച് ഗുരുവായൂർ പോലുള്ള മണ്ഡലങ്ങളിൽ UDFന് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ UDF ഈ മണ്ഡലത്തിൽ ഒരു അട്ടിമറി എന്ന് പറയാൻ പറ്റില്ല, UDF ഈ മണ്ഡലത്തിൽ തിരിച്ചു വരാനാണ് സാധ്യത കൂടുതൽ. ഗുരുവായൂർ നമുക്ക് വേണമെങ്കിൽ UDF വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഗുരുവായൂർ മണ്ഡലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെ LDF ആണ്, അവിടെ UDFന്റെ ഒരു തിരിച്ചു വരവിനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. ഗുരുവായൂർ നമ്മൾ പോകുന്നത് മണലൂരിലേക്കാണ്. മണലൂർ മണ്ഡലത്തിൽ ഇത്തവണ നമുക്കറിയാം മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് മത്സരിക്കുന്നു. അതുപോലെ തന്നെ TN പ്രതാപൻ മത്സരിക്കുന്നു കോൺഗ്രസിന് വേണ്ടി. BJPക്ക് വേണ്ടി KK അനീഷ് കുമാർ, ഇവരൊക്കെയാണ് മത്സരിക്കുന്നത്. എന്തായാലും TM പ്രതാപനും C രവീന്ദ്രനാഥ് നല്ലൊരു സ്ഥാനാർത്ഥികളാണ്. 3 പേര് നല്ല. അനീഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത് അനീഷ് കുമാറാണ് 100% നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹമായിരുന്നു അവിടെ ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തതും ഓരോ കാര്യങ്ങൾക്കെല്ലാം മുൻകൈ എടുത്തതും. സുരേഷ് ഗോപി അവിടെ മണ്ഡലത്തിൽ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അനീഷ് കുമാറിന് അവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അനീഷ് കുമാർ വേറൊരു മണ്ഡലമായിരുന്നു നോക്കി വെച്ചിരുന്നത്, മണലൂരിലല്ലായിരുന്നു അദ്ദേഹം ഫോക്കസ് ചെയ്തത്. അപ്പം പെട്ടെന്നാണ് അദ്ദേഹത്തിന് മണലൂരിലേക്ക് മത്സരിക്കാൻ പാർട്ടി അവസരം കിട്ടിയത്. അപ്പം അദ്ദേഹത്തിന് മണലൂർ എന്തുമാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നെ നമുക്ക് നോക്കേണ്ടത് TN പ്രതാപനാണ്. നമുക്ക് ഇനിയിപ്പോൾ രവീന്ദ്ര മാഷിനെ പറ്റിയിട്ടും TN പ്രതാപനെ പറ്റിയിട്ടും പറയാം. ഇവർ രണ്ടുപേരും ഇവരാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഞങ്ങളുടെ MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കുറ്റമൊന്നും പറയാൻ പോകുന്നില്ല. അത്യാവശ്യം തരക്കേടില്ലാത്ത MLA ആണ്.
പ്രൊഫസർ രവീന്ദ്രൻ മാഷിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്വാധീനമായിട്ടുള്ള നമുക്കറിയാം. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ എന്തുമാത്രം പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഒരു TM പ്രതാപിനെ പറ്റി പറയാനുള്ള അദ്ദേഹം വളരെ വലിയൊരു അഭ്യാസിയാണ്. എന്ത് മാജിക് വേണമെങ്കിലും അദ്ദേഹം കാണിക്കും, ഓടിച്ചെന്ന് എല്ലാവരെയും കെട്ടിപ്പിടിക്കും, പിള്ളേരായാലും ശരി ആരായാലും ശരി. പിന്നെ അദ്ദേഹം ഇതുവരെ തോക്കാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം എവിടെ മത്സരിച്ചിട്ടുണ്ടോ അദ്ദേഹം തോറ്റിട്ടില്ല. രവീന്ദ്രനാഥ് മാഷിന്റെ കേസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ചാലക്കുടി ഇലക്ഷന്റെ സമയത്ത് ഒരു തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു തോൽവിയുടെ മങ്ങിൽ നിന്നാണ് രവീന്ദ്രൻ മാഷി ഈ മണ്ഡലത്തിലേക്ക് വരുന്നത്. പക്ഷെ പുതുക്കാട് പോലെ രവീന്ദ്രൻ മാഷി ഈ മണ്ഡലത്തിൽ അത്ര സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയമാണ്. TN പ്രതാപിന് വെള്ളത്തിലിട്ട മീൻ പോലെയാണ്, ഇങ്ങനെ ഇളകി നടക്കും. പക്ഷെ അതുപോലെ അല്ല രവീന്ദ്രൻ മാഷ് സ്ലോലി ഫോക്കസ് ചെയ്ത്, പക്ഷെ മാഷിന് അവിടെയുള്ള വ്യക്തിപ്രഭാവം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ് എന്ന് പറയുമ്പോൾ പോലും ഈ മണലൂർ മണ്ഡലത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പണ്ട് VM സുധീരനൊക്കെ വിജയിച്ചുകൊണ്ടിരുന്ന ഒരു നിയോജക മണ്ഡലമായിരുന്നു ഈ മണലൂർ എന്ന് പറയുന്നത്. പിന്നെ മണലൂരായാലും ശരി, മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം, മണ്ഡല പുനഃക്രമണത്തിന് മുമ്പ് പൂർണ്ണമായിട്ടും UDF അനുകൂലമായിട്ട് നിന്നൊരു മണ്ഡലം ആയിട്ട് നമുക്ക് കണക്കാക്കാം. മണ്ഡല പുനഃക്രമണത്തിന് ശേഷം രണ്ടുപേർക്കും ഒരു ഫൈറ്റിലൂടെ വിജയിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ് ഈ മണലൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലം. 2011 UDF ജയിച്ചു. കഴിഞ്ഞ 2 തവണ 2016 2021 LDF വേവ് ആനടിച്ചപ്പോ LDF വിജയിച്ചു. ഈ തവണ സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ UDF അവിടെ തിരിച്ചു പിടിക്കാൻ, രവീന്ദ്രനാഥിന്റെ വ്യക്തിപ്രഭാവവും കാര്യങ്ങളും എല്ലാം ശരിയാണെങ്കിൽ പോലും പ്രതാപനുള്ള ഒരു മെയ്വരക്കവും കാര്യങ്ങളും കരിസ്മയും ഒരു പക്ഷേ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രതാപൻ മന്ത്രിയാവും എന്ന് അത് തന്നെയാണ് അവിടുത്തെ പ്രധാനമായിട്ടും പറയുന്ന കാര്യം. LDF അധികാരത്തിൽ വരില്ല, പ്രതാപനായിരിക്കും വരുന്നത്, പ്രതാപൻ വന്നു കഴിഞ്ഞാൽ മന്ത്രിയായിരിക്കും. അപ്പം ഇത് തന്നെയാണ് അവർ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. പ്രതാപന്റെ ഒരു എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാലും നീന്തി കയറുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ക്രിസ്ത്യൻ വോട്ടുകളായാലും മുസ്ലിം വോട്ടുകളായാലും തൻ്റെ ഭാഗത്തേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റും കൂടിയാണ് പ്രതാപൻ എന്ന് പറയുന്നത്. ഇപ്പം TN പ്രതാപൻ്റെ തലപ്പൊക്കം തന്നെയാണ് ഒരു പക്ഷേ രവീന്ദ്രനാഥിനെ പോലെ ഇത്രയും വലിയൊരാളെ, അല്ലെങ്കിൽ ഇത്രയും സംശുദ്ധിയുള്ളൊരു മനുഷ്യൻ തോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. പക്ഷെ TM പ്രതാപൻ രാഷ്ട്രീയമായതുകൊണ്ട് നമുക്ക് പറയാനില്ല. രാഷ്ട്രീയക്കാരനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ TM പ്രതാപൻ രവീന്ദ്രൻ മാഷിനെക്കാട്ടും രാഷ്ട്രീയക്കാരന്റെ കുതന്ത്രവും കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ഒരാള് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് കൊണ്ട് TM പ്രതാപനായിരിക്കും ഈ മണ്ഡലത്തിൽ. BJP വോട്ടുകൾ വളരെ നിർണായകരമാണ്. അനീഷ് കുമാർ പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകരമാണ്. കഴിഞ്ഞ തവണ ലോക്സഭയിൽ സുരേഷ് ഗോപി ലീഡ് വന്നൊരു മണ്ഡലം കൂടിയാണ് മണലൂർ എന്ന് പറയുന്നത്. BJPക്ക് നല്ല വോട്ടുണ്ട്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും ലോക്സഭയുടെ പാറ്റേണും ഒക്കെ ഡിഫറെന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ മണ്ഡലത്തിൽ TM പ്രതാപൻ വിജയിച്ച് കയറാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ മണലൂർ ഇത്തവണ UDF കൂടിയാകും എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അടുത്ത മണ്ഡലം ഒല്ലൂരാണ്. ഒല്ലൂർ നമുക്കറിയാം, ഇപ്പോഴത്തെ മന്ത്രി രാജൻ, റവന്യൂ മന്ത്രി രാജൻ, അതുപോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി ഷാജി, BJPക്ക് വേണ്ടി ബിജോയ് തോമസ്, ഇവരാണ് മത്സരിക്കുന്നത്. എന്താണ് അവിടുത്തെ ഒരു സാധ്യത? റവന്യൂ മന്ത്രിയുടെ മണ്ഡലമാണ്. ഒല്ലൂരിന്റെ ചരിത്രം ഉണ്ട് കേട്ടോ. നമ്മളെ പണ്ട് എപ്പോഴും ചവറയെ പറ്റി പറഞ്ഞ ഈ ഒല്ലൂരിന്റെ കാര്യം പറഞ്ഞു. ഒല്ലൂരിനെ വെച്ച് എനിക്കൊന്ന് 87 മുതലുള്ള ചരിത്രം. മീൻസ് LDF ആണ് ജയിക്കുന്നതെങ്കിൽ കേരളം LDF ഒപ്പം, UDF ആണ് ജയിക്കുന്നതെങ്കിൽ മണ്ഡലം UDF ഒപ്പം. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഈ ഇപ്രാവശ്യം എന്ത് പറയാൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തില്ല. വലിയൊരു രാജൻ പ്രോബബിൾ കേസിൽ വിജയിക്കേണ്ട ഒരു കാൻഡിഡേറ്റ് തന്നെയാണ്. പക്ഷേ ഈ UDF അനുകൂലമായിട്ടൊരു വേവ് ആനടിക്കുകയാണെങ്കിൽ, വേവ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉള്ളൂർ മണ്ഡലം മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഷാജി എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് ഈ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. പലരും ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട് നേരത്തെ അവകാശവാദം ഉന്നയിച്ചെങ്കിൽ ഇത്തവണ അധികം വലിയ അവകാശവാദം ഒന്നും രാജന്റെ വ്യക്തിപ്രഭാവത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് കരുതിയതുകൊണ്ടായിരിക്കാം വലിയ അവകാശവാദമൊന്നും അധികം ഉന്നയിക്കാൻ ആരും പോയില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ രാജൻ തന്നെയാണ്. BJPയുടെ വോട്ടുകളെ നമ്മൾ തള്ളിക്കളയല്ലോ. വലിയൊരിലും BJP ലീഡിൽ വന്നതാണ്. ബിജോയ് തോമസ് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനും കൂടിയാണ് നിർത്തുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തില് വളരെ ടൈറ്റ് ആയിട്ടൊരു മത്സരം നടക്കും. ഒരു പക്ഷെ ചരിത്രം വഴിമാറും. എന്നാലും ഏകദേശം രാജൻ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോഴും ഞാൻ പറയാണ്, ടൈറ്റാണ്. ഈ മണ്ഡലത്തിന്റെ സ്വഭാവമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വേവ് വരുമ്പോൾ പൂർണ്ണമായും ആ വേവിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ ടൈറ്റ് മണ്ഡലമായിട്ടാണ് ഞാൻ രാജന്റെ വ്യക്തിപ്രഭാവം കാര്യങ്ങളൊക്കെ ശരിയാണ്. വ്യക്തിപരമായിട്ടുള്ള ബേസും വോട്ടുകളും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മറ്റുള്ളവർ ഇടപെടുന്ന രീതിയെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ തവണ ഒരു പരീക്ഷണമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജനങ്ങളുടെ ഉള്ളിൽ ഒരു
ആൻറ്റി ഇൻകമൻസി എന്ന ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വെറുപ്പ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉള്ളിലൊക്കെ അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ്, ഒരു സൈലന്റ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർത്തും വ്യക്തമാകുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഒല്ലൂരെന്ന് 100% ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ടൈറ്റായിട്ട്, സാധാരണ കേസിൽ രാജൻ ജയിക്കേണ്ടതാണെങ്കിലും രാജൻ വിജയിക്കും, LDFന് തന്നെ നമുക്ക് സീറ്റ് തൽക്കാലം നമുക്ക് പറയാമെങ്കിൽ പോലും ഇത് വളരെ ടൈറ്റായിട്ടൊരു മത്സരം നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഒല്ലൂരെന്ന് പറയാം. ഒല്ലൂരിനെ പറ്റിയാണ് പറഞ്ഞത്. വളരെ ടൈറ്റായിട്ടുള്ള മത്സരമാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രതീക്ഷിക്കാൻ ഇപ്പോഴും ഒരു വകയായിട്ടില്ല. അത് ടൈം എടുക്കുന്നൊരു കാര്യമാണ്. വിശകലനത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് തൽക്കാലം രാജന് തന്നെ ഒരു അപ്പർ ഹാൻഡ് കൊടുക്കാം. ഇപ്പോൾ ഒല്ലൂർ നമ്മൾ പോകുന്നത് തൃശ്ശൂരേക്കാണ്. തൃശ്ശൂർ റൗണ്ടിലേക്ക് നമുക്ക് കിടക്കാം. തൃശ്ശൂർ റൗണ്ടിൽ ഇപ്പോൾ ഇത്തവണ മത്സരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ CPIക്ക് വേണ്ടി, രാജൻ പല്ലൻ കോൺഗ്രസിന് വേണ്ടി, BJPക്ക് വേണ്ടി പത്മജ വേണുഗോപാൽ. 3 പേരും അത്യാവശ്യം നല്ല സ്ഥാനാർത്ഥികളാണ്. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? വളരെ ടൈറ്റായിട്ടൊരു മത്സരം നടക്കുന്ന മണ്ഡലം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആലങ്കോട് ലീലാകൃഷ്ണൻ കവിയും ഒരു സാംസ്കാരിക പ്രവർത്തകനും ഒക്കെ ആണെന്ന് പറയുമ്പോൾ പോലും മണ്ഡലത്തിൽ എന്തുമാത്രം സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നല്ലൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പ്രത്യേകിച്ച് LDFന് ഒരു മോശം അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു വേവ് LDFന് അനുകൂലമായി അല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ലീലാകൃഷ്ണനെ പോലൊരു കാൻഡിഡേറ്റ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം, കാരണം പേഴ്സണലി ഈ സാഹിത്യകാരന്മാർക്കും ഒക്കെ ഉള്ളൊരു പേഴ്സണൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ജനങ്ങളുമായിട്ട് എന്തുമാത്രം, ഇതുപോലൊരു ടൈറ്റ് മണ്ഡലമല്ല, ഒരു ഷുവർ സീറ്റൊക്കെ കൊടുത്ത് വിജയിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ ഒരു ടൈറ്റ് മണ്ഡലത്തിൽ കൊണ്ട് ഇട്ടിട്ട് നിങ്ങൾ നീന്തി കയറിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നീന്തിക്കയറാൻ പറ്റുന്ന മണ്ഡലമല്ല തൃശ്ശൂർ. തെറമ്പൽ രാമകൃഷ്ണന്റെ ഒരു പാരമ്പര്യവും കാര്യങ്ങളും, എത്ര കൊല്ലാണ് അദ്ദേഹം UDFന് വേണ്ടിയിട്ട് ഈ മണ്ഡലത്തിൽ നിന്നത്. കഴിഞ്ഞ തവണ ബാലകൃഷ്ണൻ വന്നപ്പം പോലും LDFന്റെ വേവും സുരേഷ് ഗോപി പിടിച്ച വോട്ടുകളും അതെല്ലാം, പക്ഷെ LDFന്റെ വേവാണ് പ്രധാനമായിട്ടും. ആരും നിന്ന് കഴിഞ്ഞാലും വിജയിക്കുന്ന ഒരു LDF വേവ് ആനടിച്ച ഒരു സാഹചര്യത്തിലാണ്. പ്രത്യേകിച്ചും പത്മജയ്ക്കെതിരെ അവിടെ ഒരു വികാരം ഉണ്ടായിരുന്നു. ഈ തൃശ്ശൂർ എന്ന് പറയുന്ന കരുണാകരന്റെ മക്കൾക്ക് ഒട്ടും, മാളയെന്ന് കരുണാകരൻ ജയിച്ചിട്ടുണ്ട്, പക്ഷെ അത് കരുണാകരൻ തോറ്റിട്ടുണ്ട് തൃശ്ശൂരിൽ. കരുണാകരന്റെ മക്കൾക്ക് ഒട്ടും രാശിയില്ലാത്ത സ്ഥലമാണ്. ഇത്തവണ പത്മജയും നല്ല രീതിയിൽ വോട്ട് പിടിക്കും. പക്ഷെ പത്മജയ്ക്ക് എന്തുമാത്രം വോട്ടുകൾ, പത്മജ നിന്നപ്പം UDFന് ഉണ്ടായ ഒരു പ്രശ്നം ഇത്തവണ രാജമ്പല്ലം നിൽക്കുമ്പോൾ ഉണ്ടാവുന്നില്ല. രാജമ്പല്ലം പഴയ മേയറായിരുന്നു. എല്ലാ കമ്മ്യൂണിറ്റിയും എല്ലാ ഗ്രൂപ്പുകളെയും ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് രാജൻ പല്ലൻ എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. രാജൻ പല്ലനെ സംബന്ധിച്ച് ഗ്രൂപ്പുകളിലെ വ്യത്യാസം അടി ഒന്നും ഉണ്ടായിരുന്നു. പത്മജ നിന്ന സമയത്ത് അതായിരുന്നു പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പത്മജയ്ക്ക് നല്ല കാലുവാരൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ പത്മജ വിജയിച്ച് കയറിപ്പോയത്. പിന്നെ സുരേഷ് ഗോപി പിടിച്ച വോട്ടുകൾ ഇത്തവണ BJP ഒരുപക്ഷെ ഈ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് വന്നാൽ മീൻസ് ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും എന്ന് പറയുന്ന പോലെ UDFന് ഞാൻ അപ്പർ ഹാൻഡ് ഈ മണ്ഡലത്തിൽ രാജൻ പല്ലൻ എന്ന കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ UDFന്റെ ഒരു വേവിനെയും കൂടെ സാഹചര്യത്തിൽ, ചെറിയ കാറ്റിൻ്റെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും രാജൻ പല്ലനായിരിക്കും. പഴയ മേയറാണ് അദ്ദേഹം ഒരു കൊല്ലം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് കാലം മേയറായിട്ടിരുന്ന വ്യക്തി എന്ന് പറയുന്നത് രാജൻ പല്ലനായിരുന്നു. 1 വർഷം 9 മാസം അങ്ങാണ്ട് മാത്രമേ അദ്ദേഹത്തിന് മേയറായിട്ടിരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു പക്ഷേ അടുത്ത 5 വർഷം അദ്ദേഹത്തിന് MLA ആവാൻ സാധിക്കുമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പേഴ്സണലി അദ്ദേഹം വിജയിക്കാനാണ് തൃശ്ശൂരിൽ സാധ്യത കൂടുതൽ. അതാണ് ഒരു വിലയിരുത്തൽ. തൃശ്ശൂർ മണ്ഡലത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. UDFലേക്ക് അത് എത്തിയേക്കാം. സാംസ്കാരിക മണ്ഡലത്തിന് സാംസ്കാരിക നായകനെ വേണ്ട എന്നാണ് ജോയലിൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും അടുത്ത മണ്ഡലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്ത മണ്ഡലം നാട്ടികയിൽ ഇത്തവണ വലിയൊരു ചേഞ്ച് നടന്നൊരു മണ്ഡലമാണ്. നമുക്കറിയാം CC മൂത്തൻ അവിടുത്തെ ഇപ്പോഴത്തെ MLA നേരെ BJPയിലേക്ക് പോയിരിക്കുന്നു. ഗീതാ ഗോപിയാണ് അവിടെ CPIക്ക് വേണ്ടി മത്സരിക്കുന്നത്. സുനിൽ ലാലുവാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? ടൈറ്റായിട്ട് മത്സരം നടക്കുന്ന മണ്ഡലമായിരിക്കും നാട്ടിക എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നാട്ടിക ഒരു സംവരണ മണ്ഡലമായതുകൊണ്ടാണ്, ഒരു പഴയ നാട്ടികയല്ല. TN പ്രതാപൻ ജയിച്ചു വന്നിട്ടുള്ള നാട്ടികയല്ല. TN പ്രതാപൻ ജയിച്ചു വന്ന നാട്ടിക പോലും LDF അനുകൂലമായിട്ട് നിന്നിരുന്ന ഒരു നാട്ടികയാണ്. പിന്നെ TN പ്രതാപന് ഒരു നിഷ്പക്ഷ വോട്ടുകളും കുറച്ച് കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ TN പ്രതാപൻ എന്ന് സാധിച്ചു. ഒരു സംവരണ സീറ്റായി മാറിയതിനു ശേഷം ഇതിന്റെ സ്വഭാവം പൂർണ്ണമായും ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സാധാരണ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഗീതാ ഗോപിയെ പോലെ നേരത്തെ 2 ടേം അവിടെ MLA ആയിട്ടിരുന്ന ഒരു കാൻഡിഡേറ്റ് വരികയും മത്സരിക്കുകയും ചെയ്യുമ്പോൾ ഗീതാ ഗോപി ഈസിലി വിജയിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ഒരു സർപ്രൈസ് എലമെന്റ് എന്ന് പറയുന്നത് CC മൂതൻ തന്നെയാണ്. CC മൂതൻ BJP കാൻഡിഡേറ്റ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ
CC മോഹൻ എന്തുകൊണ്ട് പോയി? കാരണം CC മോഹൻ്റെ വീട് ജപ്തി, അങ്ങനെ കുറേ കാര്യങ്ങളും ഇഷ്യൂസും ഒക്കെ ഉണ്ട്. പിന്നെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം സമ്മതിക്കാനതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽ ലാലൂർ കഴിഞ്ഞ തവണ അവിടെ തോറ്റതാണ്. കഴിഞ്ഞ തവണ ഈ നാട്ടിക മണ്ഡലം എന്ന് പറയുന്ന ആർക്കും വേണ്ടാതെ കിടന്നൊരു സീറ്റായിരുന്നു. ആ മണ്ഡലത്തിൽ സുനിൽ ലാലൂർ വരികയും അവിടെ മത്സരിക്കുകയും ചെയ്തു. 5 വർഷം ആ മണ്ഡലത്തിൽ തന്നെ നിന്നു. അങ്ങനെ 5 വർഷം ഇത്തവണ UDF ഒരു കാൻഡിഡേറ്റ്സിൽ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. റിയാസ് മുക്കോളിയുടെ ഒക്കെ കാര്യം പറഞ്ഞു, ചിലരെയൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും ചിലരെയൊക്കെ 5 വർഷം അവിടെ നിന്ന് പ്രവർത്തിച്ച പലരെയൊക്കെ ചേർത്ത് നിർത്താൻ ഇത്തവണ UDF സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുനിൽ ലാലൂർ 5 വർഷം ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ മണ്ഡലത്തിന്റെ സ്വഭാവം ഒരിക്കലും UDF അനുകൂലമായിട്ടുള്ളൊരു സ്വഭാവമല്ല. പിന്നെ CC മൂന്നിന് എന്തുമാത്രം ബി ജെ പി കാൻഡിഡേറ്റ് നിൽക്കുമ്പോൾ എന്തുമാത്രം ഇടതുപക്ഷ വോട്ടുകൾ പിടിക്കാൻ സാധിക്കും, പിന്നെ UDF വേവ് എന്തുമാത്രമായിരിക്കും, അതൊക്കെ നോക്കി നാട്ടികയിലും സുരേഷ് ഗോപി ലീഡ് എടുത്തതാണ്. ഈ ഇടത് കോട്ടയിലൊക്കെ ലീഡ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ മാറി ചിന്തിക്കാന്നുള്ളതിന്റെ സൂചന കൂടെയാണ്. നമുക്ക് സാധാരണ കേസിൽ ചിന്തിക്കാം, ഗീതാ ഗോപി ടൈറ്റ് മത്സരമായിരിക്കും. തൃശ്ശൂരിലെ പല മണ്ഡലങ്ങളും വളരെ ടൈറ്റിൽ തന്നെ പോകുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ഇപ്പോൾ കാണാൻ പോകുന്നത്. പിന്നെ തൃശ്ശൂരിലൊരു ഗ്രിപ്പ് ഉണ്ടാക്കിയാൽ മാത്രമേ കോൺഗ്രസിന് തിരിച്ചു കയറാൻ സാധിക്കത്തുള്ളൂ എന്നതും ഒരു വസ്തുതയാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളും ഫാക്ട്സും എല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടിക നമുക്ക് LDF വിജയിക്കുമെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ചെറിയ എഡ്ജ് LDF ഗീതാ ഗോപിക്ക് അനുകൂലമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ടൈറ്റ് ഫൈറ്റാണ്. വീണ്ടും ഒരു ടൈറ്റ് മണ്ഡലം ആകും നാട്ടിക എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. പക്ഷേങ്കിലും ചെറിയൊരു അഡ്ജിൻ്റെ മുകളിൽ CPI സ്ഥാനാർത്ഥി തന്നെ വിജയിക്കാനാണ് സാധ്യത. ഗീതാ ഗോപി അവിടെ MLA ആവാനാണ് സാധ്യത ഞങ്ങൾ വിലയിരുത്തുന്നു. അടുത്ത മണ്ഡലം ഇരിഞ്ഞാലക്കുടയാണ്. നമ്മുടെ മന്ത്രി R ബിന്ദു ആണ് മത്സരിക്കുന്നത്. തോമസ് ഉണ്ണിയാടനാണ് എതിർ സ്ഥാനാർത്ഥി. BJP വേണ്ടി സന്തോഷാണ് മത്സരിക്കുന്നത്. എന്താണ് അവിടെ ഒരു സാധ്യത? I will take my head. I will take my house on my head. അതെ അതെ. R ബിന്ദു കഴിഞ്ഞ തവണ വിജയിച്ച സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതും ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഈ തോമസ് ഉണ്ണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലമായിരുന്നു ഈ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അതിനൊരു മാറ്റം വരുന്ന അനിരുദ്ധൻ മാഷിനെ പോലെ വളരെ ശക്തനായ ഒരു കാൻഡിഡേറ്റ് വരികയും BJP ശക്തമായ ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുകയും ചെയ്തു. BDJS മത്സരിച്ച് BDJSന് ഭയങ്കര ഒരു പ്രാമുഖ്യമായ സമയത്തുണ്ടായി കത്തി നിന്ന സമയമായിരുന്നു. BDJS അത്ര വോട്ട് പിടിച്ച ഒരു സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെ വേവ് അനിരുദ്ധം ചെയ്യുക. പിന്നെ LDF അനുകൂലമായിട്ടൊരു തരംഗം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തോമസ് ഉണ്ണിയാടിനെ അട്ടിമറിക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF വേവ് നല്ല രീതിയിൽ വ്യക്തമായിരുന്നു. പിന്നെ വിജയരാഘവന്റെ ഭാര്യ വിജയരാഘവൻ അന്ന് സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയം കൂടിയാണ്. പിന്നീട് സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF കാൻഡിഡേറ്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ജേക്കബ് തോമസ് ആയിരുന്നു എന്ന് തോന്നുന്നു. ജേക്കബ് തോമസിന് നല്ലൊരു വോട്ട് BJP കാൻഡിഡേറ്റ് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വന്നപ്പോഴാണ് അത്യാവശ്യം വലിയൊരു ഭൂരിപക്ഷത്തിൽ R ബിന്ദു ആ മണ്ഡലത്തിൽ വിജയിച്ചു. ഇത്തവണ ഒരു പക്ഷേ തോമസ് ഉണ്ണിയാടിന് ചാൻസ് ഇല്ലെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും തോമസ് ഉണ്ണിയാടിനല്ല വേറൊരു കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ് ഈ മണ്ഡലം ഏറ്റെടുക്കുക തന്നെ ആയിരുന്നെങ്കിൽ ആൻ സെബാസ്റ്റിനെ പോലെ അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ ഒക്കെ കൊണ്ടുവരികയായിരുന്നെങ്കിൽ ഈ മണ്ഡലത്തിൽ കുറച്ചുകൂടെ മീൻസ് ഇപ്പോൾ ഉള്ള ടൈറ്റ് ഫൈറ്റ് എന്നുള്ള സാഹചര്യം മാറിയാണ്. കാരണം ബിന്ദുവിനെതിരെ അവിടെ കുറേ ഫാക്ട്സ് ഉണ്ട്. ബിന്ദുവിനെതിരെ ബിന്ദുവിനെ അനിരുദ്ധൻ മാഷ് മണ്ഡലം ശരിക്കും നോക്കിയത് കൊണ്ടാണ്. ഈ ആളുടെ പേരൊന്നും മാറ്റി മാഷെന്ന് മാത്രം ഇട്ടാൽ മതിയേ. പറഞ്ഞോ കട്ടിയാൻ മതി ചെറിയ പീസ്. കഴിഞ്ഞ തവണ മാഷ് ആ ഒരു പെർഫോമൻസ് നോക്കിയത് കൊണ്ടും മണ്ഡലത്തിനെ അത്ര ചേർത്ത് പിടിച്ചതുകൊണ്ടും അതിൻ്റെ ഒരു ആനുകൂല്യം ബിന്ദുവിന് കിട്ടിയെങ്കിൽ ഇത്തവണ ആ മണ്ഡലത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ബിന്ദു എന്ന് പറയുന്ന മന്ത്രി എന്തുമാത്രം വീട് തലേ ചുമന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലത്തെ തലേ ചുമന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മണ്ഡലത്തിൽ മന്ത്രിക്കെതിരെ ശക്തമായ ഒരു വികാരമാണ്. പിന്നെ ഈ കരുവന്നൂർ പോലെയുള്ള വിഷയങ്ങളെല്ലാം അത് പൂർണ്ണമായും പ്രതിപാദിക്കുന്ന ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുടയായിരിക്കും. കരുവന്നൂരിൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്നു ആസ്ഥാനം ഈ ഇരിഞ്ഞാലക്കുടയുമായിട്ട് ബന്ധപ്പെടുന്ന സ്ഥലങ്ങളാണ്. അത് പൂർണ്ണമായിട്ടുള്ള തോതിൽ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ LDFനെതിരായിട്ടുള്ള വേവും കൂടെ ശക്തമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ മൈനോറിറ്റി വോട്ടുകളെല്ലാം ഉണ്ണിയാണെന്ന് പൂർണ്ണമായും സമാഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് വളരെ ടൈറ്റ് ആയിരിക്കും. സാധാരണ നോർമൽ കേസിൽ നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും R ബിന്ദു വിജയിക്കുമെന്ന്. പക്ഷെ ഇതൊരു നോർമൽ കേസ് അല്ല. ഉണ്ണിയാടന് അവിടെയുള്ള വ്യക്തിബന്ധങ്ങൾ ഇത്തവണ ഉണ്ണിയാടനെ ശരിക്കും ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇത്തവണ BJPയുടെ കാൻഡിഡേറ്റ് വീക്കാണ്. അതും ഒരു വസ്തുതയാണ്. സുരേഷ് ഗോപി സംഹരിച്ചതിൻ്റെ പകുതി വോട്ട് പോലും ഇത്തവണത്തെ BJP കാൻഡിഡേറ്റിന്
സാധിക്കത്തില്ല. കാരണം ഒരു പ്രഗത്ഭനായിട്ടൊരു കാൻഡിഡേറ്റ് ഒന്നും അല്ല ഇത്തവണത്തെ BJP-യുടെ. അതൊരു പക്ഷേ ബിന്ദുവിനെ ജയിപ്പിക്കാനാണോ ഉണ്ണിയാടിനെ ജയിപ്പിക്കാനാണോ ഡീലുണ്ടോയെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഒരു നോർമൽ കേസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ബിന്ദു ഇരിഞ്ഞാലക്കുടയിൽ ടൈറ്റ് ഫൈറ്റാണ്, ഞാനൊന്നും പറയില്ല. കാരണം കുന്നംകുളം പറഞ്ഞ പോലെയാണ്. കാരണം ചിലപ്പോൾ ഒരു ടങ് സ്ലിപ്പ് നമുക്കുണ്ടാകും. കാരണം ഇടതുപക്ഷവും ജയിക്കാം വലതുപക്ഷവും ജയിക്കാവുന്ന ഒരു മണ്ഡലമാണെങ്കിൽ പോലും ഒരു ചെറിയ എഡ്ജ് ഇത്തവണ തോമസ് ഉണ്ണിയാടിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും, UDF-ന്. അപ്പോൾ ഇനി ഇരിഞ്ഞാലക്കുടയിൽ നമുക്ക് പുതുക്കാടിലേക്ക് പോകാം. അതാണ് ഈ മണ്ഡലത്തിലെ ഈ ലോക്സഭാ മണ്ഡലത്തിലെ അവസാനത്തെ ഒരു മണ്ഡലം, നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ കെ രാമചന്ദ്രൻ LDF-ന് വേണ്ടിയും കോൺഗ്രസിന് വേണ്ടി കെ എം ബാബുരാജും BJP-ക്ക് വേണ്ടി നാഗേഷുമാണ് മത്സരിക്കുന്നത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം, സാധ്യതകൾ? അത് ശരിക്കും രവീന്ദ്ര മാഷിന്റെ പഴയ മണ്ഡലമാണ്. അതെ, കെ രാമചന്ദ്രൻ അവിടെ വന്ന് മത്സരിച്ചെങ്കിലും രവീന്ദ്ര മാഷിന് ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ പല മണ്ഡലങ്ങളും അബ്ദുൾ റഷീദിന്റെ കേസിൽ പിന്നീട് അക്ബർ വന്നിട്ട് അത്ര പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും പുതുക്കാട് ഒരു പക്ഷേ കെ രാമചന്ദ്രൻ ഒരു നല്ല പേര് തന്നെയാണ് സമ്പാദിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പാർട്ടിയുടെ വോട്ടുകൾ അതേപോലെ തന്നെ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കും. ഒരു തരംഗത്തിൽ പോലും ഒലിച്ചു പോകാത്തൊരു മണ്ഡലമായി നമുക്ക് പുതുക്കാടിനെ വിലയിരുത്താൻ സാധിക്കും. കെ എം ബാബുരാജാണ് UDF-ന്റെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. കെ എം ബാബുരാജ് നമുക്ക് ഒരു പക്ഷേ UDF പ്രവർത്തകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പഴയ ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ ചെയർമാനായിട്ടുള്ള സിനിമയിലൊക്കെ വിളിക്കുന്നത് സോണിയാഗിരി എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റിനെയായിരുന്നു. KPCC ഭാരവാഹിയൊക്കെയാണ്. സോണിയാഗിരി മത്സരിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ ഒരു വ്യക്തിപ്രഭാവം വോട്ട് പിടിക്കാനും ഒക്കെയുള്ള ഒരു സ്വാധീനവും കഴിവൊക്കെ ഉണ്ട്. അവർ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു വ്യത്യസ്ത ചിത്രം, ഒരു ടൈറ്റ് ഫൈറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് 100% ഉറപ്പിച്ച് പറയാം പുതുക്കാട് വിജയിക്കാൻ പോകുന്നത് കെ രാമചന്ദ്രനാണ്. BJP-ക്കും നല്ല വോട്ടുണ്ട്. BJP ലോകസഭയിൽ പുതുക്കാടിൽ 1ാം സ്ഥാനത്ത് വന്നതാണെങ്കിൽ പോലും ലോകസഭയുടെ ഒരു പാറ്റേൺ അല്ല. അതുകൊണ്ട് നമ്മൾ BJP നന്നായിട്ട് വോട്ട് പിടിക്കും. ഈ വോട്ടുകൾ പക്ഷേ UDF-നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും കെ രാമചന്ദ്രൻ തന്നെ ഈ മണ്ഡലത്തിൽ വിജയിക്കും. അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു റേറ്റ്? തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിന് കീഴിലുള്ള മണ്ഡലങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ 4-3 നമുക്ക് വിലയിരുത്താം. 4 LDF, 4 UDF, 3 LDF. പക്ഷെ ഇപ്പോഴും ടൈറ്റ് മണ്ഡലങ്ങളാണ്, വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരം നടക്കുന്ന ഇരിഞ്ഞാലക്കുടയൊക്കെ ഉണ്ട്. തൽക്കാലം നമ്മൾ UDF-ന്റെ ഭാഗത്തുനിന്ന് മീൻസ് ഒരു ചാൻസ് കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ തൃശ്ശൂരിലെ ആ ഒരു കണക്ക് കൂടി വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന മൊത്തം വരുമ്പോൾ എത്രയായി? ഇപ്പോൾ LDF-ന് നേരത്തെ 29 ആയിരുന്നു. അതിന്റെ കൂടെ 3 കൂടെ കൂട്ടിയാൽ 32 ആവും. UDF-ന് നേരത്തെ 34 ആയിരുന്നു. 4 കൂടെ കൂട്ടിയാൽ 38 ആവും. നല്ല ടൈറ്റ് ആണ്. വീണ്ടും വളരെ ക്ലോസ് ഒരു ഫൈറ്റിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തൃശ്ശൂർ മണ്ഡലം കഴിയുമ്പോൾ. അപ്പോൾ ഇനി അടുത്ത മണ്ഡലം അടുത്ത ദിവസം തന്നെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.